ഹായ് ഹലോ ഡേയ്സ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നൊരു പായസമാണ്. പിങ്ക് കളർ പാലട പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കാരമലൈസ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പായസത്തിനൊരു പിങ്ക് കളർ കിട്ടും കേട്ടോ. കരിഞ്ഞു പോവാതെ നോക്കണം. അങ്ങനെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പായസത്തിനൊരു കയ്പ്പ് രസം വരും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് പതിയെ കാരമലൈസ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കുക. നമ്മൾ പാലൊഴിക്കുമ്പോൾ പിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇത്തിരി വെള്ളം ഒഴിക്കുന്നത്. ഇതിലോട്ട് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മളെ ദേഹത്തോട്ട് തെറിക്കാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 1/2 ലിറ്ററിൻ്റെ 2 പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ 2 പാക്കറ്റും പാത്രത്തിലോട്ട് ഒഴിക്കുക. അതിനുശേഷം പാല് തിളയ്ക്കുന്നവരെ നന്നായിട്ട് ഇളക്കുക. പാല് പാട കെട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഞാനിതിന് വേണ്ടിയിട്ട് ഡബിൾ ഹോസിൻ്റെ പാലട പായസം മിക്സാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. 300 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. പാല് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലോട്ട് പായസം മിക്സ് ചേർക്കുക. ഈ പായസം മിക്സിൽ അടയും പഞ്ചസാരയും ഉണ്ട് കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് ഒരു 20 തൊട്ടിട്ട് 30 മിനിറ്റ് വരെ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കുക. പായസം മിക്സിലെ പഞ്ചസാരയുടെ മധുരം പോരെങ്കിൽ നമുക്ക് വീണ്ടും പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാനത് ആഡ് ചെയ്യുന്നതാണ്. അത് വേണമെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം ഒരു 4-5 ഏലക്ക പൊടിച്ചിട്ട് അതും ഇടുന്നുണ്ട് കേട്ടോ. ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചാലും നമ്മൾ പാലട പായസം റെഡിയാവും. പക്ഷെ ഞങ്ങൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇടാറുണ്ട്. അതുകൊണ്ട് ഒരു 1.5 ടീസ്പൂൺ നെയ്യിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഞാൻ വറുത്തിടുന്നുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.